മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കപ്പിനും ചുണ്ടിനും ഇടയിൽ BJPക്ക് MLA സ്ഥാനം നഷ്ടപ്പെട്ട കാസർഗോഡ് മണ്ഡലത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഏത് മുന്നണിക്കാണ് അവിടെ വിജയ സാധ്യത എന്നുള്ളതാണ് നമ്മൾ കണക്കുകൾ വെച്ച് പരിശോധിക്കുന്നത്. ഇവിടെ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ കാസർഗോഡ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. 24-ലെ ഹാഷിമി താജ് ഇബ്രാഹിമും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാറും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രമുഖ അവതാരകരൊക്കെ തന്നെ നിരന്തരം രംഗത്തെത്തിയിട്ട് സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡ് BJPയിൽ പൊട്ടിത്തെറി, ML അശ്വനിയും K സുരേന്ദ്രനും തമ്മിൽ വലിയ പ്രശ്നം, ML അശ്വനിയെ അറിയിക്കുന്നില്ല കാസർകോട്ടെ പ്രോഗ്രാം, സുരേന്ദ്രനെ അറിയിക്കുന്നില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് BJPയിൽ എന്തോ പ്രശ്നമാണ്, തമ്മിലടിയാണ് എന്ന രീതിയിൽ കാസർഗോഡ് മണ്ഡലവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ML അശ്വനിയൊക്കെ സംബന്ധിച്ച് K സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഒരാളാണ്. ഇതൊന്നും BJP പ്രവർത്തകരൊന്നും മുഖവിലക്ക് പോലും എടുക്കില്ല. എന്നിട്ട് പോലും ഗീബൽസൻ തന്ത്രമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാസർഗോഡ് മണ്ഡലമൊക്കെയായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു കളവ് 100 തവണ ആവർത്തിച്ചത് സത്യമാക്കാൻ അരുൺകുമാറും ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ നിരന്തരം ശ്രമിക്കുന്നുണ്ടോ. അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇത്രത്തോളം വലിയ രീതിയിൽ വാർത്തയാക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് BJPക്ക് കാസർഗോഡ് വിജയിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് 2016-ലെയും 2021-ലെയും കണക്കെടുത്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. 50,000-ത്തിലധികം വോട്ട് പിടിക്കുന്ന BJPക്ക് 50,000-ത്തിലധികം വോട്ട് ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിലേക്കാണ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ML അശ്വനിയെ തന്നെ BJP അംഗത്തിന് ഇറക്കിയിട്ടുള്ളത്. കാസർഗോഡ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളൊരു നേതാവാണ് ML അശ്വനി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീ വോട്ടർമാർക്കിടയിലും ഇവർക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അങ്ങനെ ഇത്തരത്തില് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ML അശ്വനിയോ കാസർഗോഡിലെ ജനതയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അടുപ്പത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് ML അശ്വനി. അപ്പോ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ശ്രമമാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നത്. എന്നാൽ ഈ പറയുന്ന K സുരേന്ദ്രനോ ML അശ്വനിയോ അവര് തമ്മിൽ പ്രശ്നമാണോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരുടെ നാമനിർദ്ദേശ പത്രികയും അവരുടെ റാലിക്കൊക്കെ തന്നെ ഇവര് ഒരുമിച്ചാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് പോലോ. അപ്പൊ ഇവർക്കിടയിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ജനത എടുത്ത് ആറ്റിലെറിയില്ലേ. ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ശക്തനായിട്ടുള്ളൊരു നേതാവിനെ തന്നെയാണ് ഇടത് കേന്ദ്രം അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥിയായിട്ട് ഷാനവാസ് പാധൂറിനെയാണ് അവിടെ രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം സിറ്റിംഗ് MLA മാറ്റിയിട്ടാണ് ഇത്തവണ മുസ്ലിം ലീഗ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. മാഹിരാജി എന്ന് പറയുന്നൊരു നേതാവിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതായത് സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ അവിടെ മുന്നണിയൊക്കെ നോക്കി കണക്ക് കൂട്ടിയാൽ വളരെ വ്യക്തമാണ്. വോട്ടു കണക്കനുസരിച്ച് ML അശ്വനി അവിടെ വിജയത്തിലേക്ക് എത്തും. ഈ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. 2016-ല് 2021-ലൊന്നും ഈ പറയുന്നത് പോലെ BJP എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് 2 ആളുകൾക്കും എതിരെയാ മത്സരിച്ചത്. അല്ലാതെ UDF-ന്റെ വോട്ട് പിടിക്കുകയും LDF-ന്റെ വോട്ടൊന്നല്ല കാസർഗോഡ് പിടിക്കുന്നത്. UDF-ഉം LDF-ഉം ഒരു ടീമായി നിന്നിട്ടാണ് അവിടെ മത്സരത്തിന് രംഗത്തിറങ്ങുന്നത്. ഇത് വെറുതെ ഒന്നും പറയില്ല, ഞാനൊരു കണക്കൊന്നെടുത്ത് മുന്നോട്ട് വെക്കാം. അതായത് 2021-ല് ഇടതുപക്ഷത്തിന് 28,000 വോട്ടേ ഉള്ളൂ കാസർഗോഡ്. അതാണോ യഥാർത്ഥ കണക്ക്? അതായിരിക്കോ യഥാർത്ഥ കണക്ക്? ഒരിക്കലുമല്ല.
അവിടെ വലിയ രീതിയിൽ ഒരു കൂട്ടുകച്ചവടം UDF-ഉം മുസ്ലിം ലീഗും LDF-ഉം തമ്മിൽ നടക്കുന്നുണ്ട്. ഇവരെ ഒരുമിച്ച് പരാജയപ്പെടുത്താൻ തന്നെയാണ് ML അശ്വിനിയെ BJP അവിടെ അംഗത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഔദ്യോഗിക ചാനലിലെ C ദാവൂദ് അടുപ്പുകൊട്ടി ചർച്ചയിലൊക്കെ വിളിച്ചു പറയാറുണ്ടല്ലോ, സമുദായത്തിലെ തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ LDF-ഉം UDF-ഉം നിർത്തിയാൽ സാമുദായിക വോട്ട് ഭിന്നിച്ചു പോവും, അതിലൂടെ എതിർ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നൊക്കെ ദാവൂദ് വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ ദാവൂദ് വിളിച്ചു പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാസർഗോഡ് നിയോജക മണ്ഡലത്തില് സാമുദായിക വോട്ട് രണ്ടു ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ ബോധവും വിവേകവുമുള്ള ആളുകൾ ഈ പറയുന്ന സമുദായത്തിലുണ്ട്. വികസനമൊക്കെ ആഗ്രഹിക്കുന്ന, സാധാരണക്കാരുടെ വികസനം ഉയർത്തിപ്പിടിക്കുന്ന, നരേന്ദ്രമോദിയെ ആകർഷിക്കുന്ന ആളുകൾ ഈ സമുദായത്തിലുണ്ട്. ആ വോട്ട് ML അശ്വിനിയിലേക്ക് വരികയും അവിടെയുള്ള കൃത്യമായിട്ട് മറ്റു വോട്ടുകളും ML അശ്വിനിയെ കൃത്യമായിട്ട് അവിടേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട, ML അശ്വിനി അവിടെ പാട്ടും പാടി വിജയിക്കും എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരുപാട് മാറി. 2016 രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്, ഇന്ന് കാസർഗോഡുള്ളത്. 2021 രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്, കാസർഗോഡുള്ളത്. ഇന്ന് BJPക്ക് സ്വന്തമായിട്ട് MP ഉണ്ട്. വിജയിച്ചിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അതായത് BJP പരാജയപ്പെടാൻ മത്സരിക്കുന്നതിൽ നിന്നും മാറിയിട്ട് ഇന്ന് കേരളത്തില് വിജയിക്കാൻ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടുണ്ട്. ഇത് സുരേഷ് ഗോപി ഒരു MP എന്ന് മാത്രമല്ല, മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം, നിരവധി പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റി, മാത്രമല്ല തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഉൾപ്പെടെ BJP പിടിച്ചതായത് കേരളത്തിൽ ഇന്നൊരു രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. 2016 സംബന്ധിച്ച് 2021 സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ നരേന്ദ്രമോദിയിലേക്ക് ആകൃഷ്ടരായിട്ടുള്ള പുതുതലമുറയിലെ ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ച് ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. വലിയ രീതിയിൽ വോട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ വലിയ രീതിയിലാണ് BJPക്ക് വോട്ട് കൂടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ തന്നെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരുമ്പോ സകല ആളുകൾക്കും കാണാൻ സാധിക്കും. ഒരു തർക്കവും വേണ്ട, ML അശ്വിനിയൊക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറും. പ്രത്യേകം ഓർക്കണം, കഴിഞ്ഞ ഇലക്ഷന്റെ കണക്കനുസരിച്ചാണെങ്കിൽ വെറും 6000-ഓളം വോട്ട് മാത്രം അധികം പിടിച്ചാൽ മതിയായിരുന്നു BJP സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു കയറാനേ. ഇത് നമ്മൾ BJP എന്ന് പറയുമ്പോൾ കേരളത്തിൽ 0 സീറ്റുള്ളൊരു പാർട്ടിയാണ്. അവരാണിപ്പോ മാറിയിട്ട് കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി വരുന്നത്. ഇവിടെ ജിഹാദിസത്തിനെതിരെ, സുഡാപ്പിസത്തിനെതിരെ, കമ്മികളും കൊങ്ങികളും കട്ടുമുടിക്കുന്നതിനെതിരെ, അവരുടെ ഈ കട്ടുമുടിക്കലിനെതിരെയൊക്കെ നിലപാടുയർത്തി സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ ML അശ്വിനിയെ പോലെയൊക്കെയുള്ള ആളുകൾ നിയമസഭയിൽ വേണമെന്നുള്ളത് കാസർകോട്ടെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ എന്തെങ്കിലും എന്റെ ഇഷ്ടത്തിന് പറയല്ല, കാസർഗോഡ് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളാണ്. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റിപ്പോർട്ടർ ചാനലിലും 24 ന്യൂസിലൊക്കെ ഇരുന്ന് ഇവിടെ BJPയിൽ തമ്മിൽ പ്രശ്നമാണോ എന്ന് പറയുന്നത്. ആ വാർത്ത മാത്രം കേട്ടാൽ മതി, വലിയ പ്രതീക്ഷ. പ്രമുഖ മാധ്യമങ്ങൾ പോലും അവിടെ BJP വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ കാസർഗോഡ് നിന്ന് ഈ ML അശ്വിനി വിജയിച്ചു വരിക തന്നെ ചെയ്യും.